റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയ പള്ളി ഇമാം റിമാൻഡിൽ. മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൽ ബാസിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡിൽ വിട്ടത്. 20-കാരിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി. ഫോണിൽ വിളിച്ച കാര്യം പോലും പറയാതെ തലാഖ് ചൊല്ലുകയായിരുന്നുവെന്ന് യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് യുവതിയുടെ പ്രതികരണം. നേരത്തെ ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ടാണ് എന്റെ വീട്ടിൽ വിവാഹാർജനയായിട്ട് വരുന്നത്. കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് അവരുടെ സ്വന്തം വീട്ടില് നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത്. അത് അവരോട് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മാനസികമായിട്ട് ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നീട് വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ പിണങ്ങിയതിന്റെ പേരിൽ എന്റെ വീട്ടിൽ കൊണ്ടാക്കുകയും 19-ാം തീയതി പെട്ടെന്ന് വിളിച്ച് തലാക്ക് പറഞ്ഞത്. പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായിപ്പോ. എന്നെ തലാക്ക് പറഞ്ഞതിന് മുമ്പ് ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ 3 വട്ടം തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ബന്ധമില്ലാന്ന്. എന്താ കാരണമെന്ന് പോലും പറയാതെ ഇങ്ങനെ പെട്ടെന്നാ പറഞ്ഞത്. അബ്ദുൽ ബാസിത്തിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൈനാഗപ്പള്ളി സ്വദേശിയാണ്. നമുക്കിപ്പം റഹീസ് ചെയ്യുന്നുണ്ട്. റഹീസ്, ഈ അബ്ദുൽ ബാസിന്റെ നാട്ടിലെ നിയമങ്ങളൊന്നും വലിയ ധാരണയൊന്നും ഇല്ലാത്ത കക്ഷിയാണോ? ഇങ്ങനെ ഫോണിലൂടെ വിളിച്ച് തലാഖൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നിലവിലുള്ള നിയമ ഭേദഗതി അനുസരിച്ച് ജയിലിൽ പോകും തുടങ്ങിയ വിവരങ്ങളൊന്നും അറിയില്ലേ? എന്താണ് സംഭവിച്ചത് റഹീസ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇദ്ദേഹം പത്തനംതിട്ടയിലെ വായ്പൂരുള്ള ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ്. ഈ വായ്പൂര് ജുമാ മസ്ജിദിന് കീഴിലുള്ള ചെറിയ കുറച്ച് പള്ളികളിലൊന്നാണ് ഊട്ടുകുളം പള്ളി. അവിടുത്തെ ഇമാമായ ഇദ്ദേഹം ആദ്യമൊരു വിവാഹം ചെയ്തിരുന്നു. അത് മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ മുത്തലാഖ് ചൊല്ലിയ ആ യുവതിയെ, 20 വയസ്സ് മാത്രമേ ഉള്ളൂ, അവരെ വിവാഹം ചെയ്തത്. ആ വിവാഹത്തിന് ശേഷമാണ്, മുമ്പ് വിവാഹം ചെയ്ത ആളാണ് തന്റെ ഭർത്താവ് ഇവർ മനസ്സിലാക്കുന്നത്. ഇതേ ചൊല്ലി അവരുമായി സംസാരിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത ഒരാഴ്ച മുമ്പാണ് ഈ യുവതിയെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. ചെറിയ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള എന്തോ കശപശയുടെ പേരിലാണ് വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. 19-ാം തീയതി ഫോണിൽ വിളിച്ച് നിന്നെ തൊലാഖ് ചെല്ലുകയാണ് എന്നായിരുന്നു പറഞ്ഞത്. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരാൾ ഭർത്താവ് ഭാര്യയെ 3 പ്രാവശ്യം തൊലാഖ് ചെല്ലിയാൽ തന്നെ അവർ തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു എന്നതാണ് ഇസ്ലാമിക വ്യക്തി നിയമം. അതിൽ 2019-ൽ ഭേദഗതി വരികയും വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും മുത്തലാഖ് നിയമം നിലവിൽ വരികയും ചെയ്തു. ഈ മുത്തലാഖ് നിയമം നിലവിൽ വന്നതിന് ശേഷം ഫോണിൽ വിളിച്ച് തൊലാഖ് ചെല്ലുന്നതൊക്കെ ക്രിമിനൽ കുറ്റമായി മാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി ഒരു നിയാസ് എന്ന് പറയുന്ന യുവ അഭിഭാഷകനെ കാണുകയും അദ്ദേഹം ചവറ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയോട് പരാതി കൊടുക്കാൻ പറയുകയാണ് ചെയ്തത്. ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചവറ കോടതിയിലും ഹാജരാക്കി. നമ്മൾ ഇദ്ദേഹം ജോലി ചെയ്യുന്ന പള്ളി ഭാരവാഹികളുമായി സംസാരിച്ചിരുന്നു. അവിടെ 2 ദിവസത്തെ അവധിയെടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളുമായി അവർ സംസാരിച്ചപ്പോൾ കുറച്ച് ദിവസം കൂടി ഇദ്ദേഹം പള്ളിയിൽ വരില്ല, ചെറിയൊരു വാഹന അപകടം ഉണ്ടായി എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ പെൺകുട്ടിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ പെൺകുട്ടി പറയുന്നത് തൊലാഖ് ചെല്ലുന്നതിന് മുമ്പ് ഫോണിൽ ഭയങ്കരമായി ചീത്ത വിളിച്ചു. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഞാൻ നിന്നെ മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഒരു കോൾ സംഭാഷണത്തിന്റെ പകുതിയിലെത്തുമ്പോൾ പെട്ടെന്ന് ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ നിന്നെ മുത്തലാഖ് ചൊല്ലുകയാണ് എന്ന് 3 തവണ നിന്നെ മുത്തലാഖ് ചൊല്ലുകയാണ് എന്ന് പറഞ്ഞ് ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, എന്തെങ്കിലും ബന്ധം വെക്കുകയാണെങ്കിൽ അത് ഹറാമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്തത്. ഞാനാകെ ഷോക്കായി പോയതാണ് ആ പെൺകുട്ടി പറയുന്നത്. റഹീസ്, 2019 മുതൽ ഈ മുത്തലാഖ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഭാരതീയ ന്യായ സംഹിതയിൽ അതിന്റെ വകുപ്പുകളുണ്ട്. 115(2), 381(2), 383, 382 തുടങ്ങിയ വകുപ്പുകളാണ് ഇടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതൊന്നും ഈ അബ്ദുൽ ബാസിത്ത് അല്ലേ, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് വേണമോ കരുതാൻ? ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മുത്തലാഖാകും, അതുകൊണ്ട് ഈ യുവതി അത് കേട്ടങ്ങ് പോകും എന്നൊക്കെയാണോ അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക? മാത്രമല്ല, നേരത്തെയുള്ള ബന്ധം ഒഴിയാതെയാണ് ഈ വിവാഹം കഴിച്ചത്. അങ്ങനെയാണെങ്കിൽ വിവാഹ തട്ടിപ്പിന്റെ പരിധിയിൽ കൂടി വരുമല്ലോ ഇയാൾ. സ്വാഭാവികമായി അത് വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ മുത്തലാഖ് നിയമത്തെക്കുറിച്ച് അറിയാത്ത ആളൊന്നും ആകാനുള്ള സാധ്യതയില്ല. കാരണം ഈ മുത്തലാഖ് നിയമം വരുന്ന സമയത്ത് നമുക്കെല്ലാം ഓർക്കുന്നുണ്ടാകും, വലിയ ചർച്ചകൾ, പ്രക്ഷോഭങ്ങളൊക്കെ നിരന്തരം ഉണ്ടായതാണ്. അത് പള്ളികൾ കേന്ദ്രീകരിച്ച് മുസ്ലിം സംഘടനകൾ നിരവധി നടത്തിയതുമാണ്. സ്വാഭാവികമായും ഒരു പള്ളിയിലെ ഇമാം എന്ന നിലയിൽ അതിനെക്കുറിച്ച് എന്തായാലും ധാരണ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം വെള്ളിയാഴ്ച ജുമാ പ്രസംഗത്തിനൊക്കെ ശേഷം അതിനുശേഷം പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ, പള്ളിയിൽ സംബന്ധിച്ച പ്രസംഗങ്ങൾ, ബോധവൽക്കരണങ്ങൾ അതൊക്കെ ഇഷ്ടം പോലെ നടന്നതാണ്. സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ അതിന്റെ ഭാഗമായ ആൾ കൂടിയായിരിക്കും ഒരു പള്ളി ഇമാം എന്ന നിലയിൽ ഇദ്ദേഹം. പെട്ടെന്ന് അത് ഓർക്കാതെയാണോ, അതല്ലെങ്കിൽ ഞാൻ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിന്നെ തൊലാഖ് ചെല്ലുകയാണ്, ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം എന്ന മട്ടിലാണോ എന്ന് നമുക്കറിയില്ല. ഇദ്ദേഹത്തിനെതിരെ മുത്തലാഖ് നിയമപ്രകാരം മാത്രമല്ല, ഭാര്യയെ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം സ്ത്രീധനം ചോദിച്ച്, ഡൗറി ചോദിച്ച് അവരെ ഉപദ്രവിച്ചു എന്ന പറഞ്ഞ പേരിലും കേസെടുത്തിട്ടുണ്ട്. അതായത് 3 സെക്ഷൻ അനുസരിച്ചാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പൊ ചവറ സബ് ജയിലാണ് ഇദ്ദേഹം ഉള്ളത്. ഓക്കെ, എന്തായാലും അത് ശ്രദ്ധിക്കുക. അബ്ദുൽ ബാസിത്തിന് എന്തായാലും നിയമക്കുരുക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പെൺകുട്ടിയുടെ മൊഴി ഉണ്ട്. ആ പെൺകുട്ടിയുടെ പ്രതികരണം ഇപ്പോൾ നമ്മൾ ഫോണിൽ കേൾപ്പിച്ചതുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമത്തെക്കുറിച്ചുള്ള മിനിമം ധാരണ ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൂ.